വൈദേകം നിരാമയ ബന്ധം തള്ളാതെ LDF കൺവീനർ EP ജയരാജൻ വൈദേകത്തിലെ ഭാര്യയുടെ ഓഹരി വിൽക്കാൻ തയ്യാറാണെന്നും വാങ്ങാൻ ആളില്ലാത്തത് കൊണ്ടാണ് വിൽപ്പന നടക്കാത്തതെന്നും വിശദീകരണം. VD സതീശന്റേത് കപടരാഷ്ട്രീയമാണെന്നും EP ജയരാജൻ വിമർശിച്ചു. കുറെ പരാതി വരുന്നുണ്ട്. അത് തന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ്. ഒരു ഫ്രോഡ് രാഷ്ട്രീയമാണ് VD സതീശൻ കൈകാര്യം ചെയ്യുന്നത്. അനധികൃതമായി പണമുണ്ടാക്കുക, അശ്ലീല വീഡിയോ നിർമ്മിക്കുക, തലവെട്ടി പ്രതിമയുണ്ടാക്കിയിട്ട് ആളുകളെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തുക, സ്ത്രീകളെ അവമാനിക്കുക, തെറി വിളിക്കുക, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറി വിളിക്കുക, ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി? അതേസമയം രാജീവ് ചന്ദ്രശേഖരനൊപ്പം EP-യുടെ ഭാര്യയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ഉപയോഗിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. EP ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ പരാതിയിൽ വളപട്ടണം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം സ്വദേശി മോസസ് ജോസഫിനെതിരെ IPC 153, 465 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. ഇനി നമ്മൾ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ഒപ്പം വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസ് നേതാവും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി നിരാമയ റിട്രീറ്റും വൈദേകം റിസോർട്ടുമായിട്ടുള്ള ബന്ധമാണ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. പൊതുമധ്യത്തിലേക്ക് പല ചോദ്യങ്ങളും വരുന്നത്. ഇന്നിപ്പോൾ EP നടത്തിയ പത്രസമ്മേളനത്തിൽ EP ഈ വൈദേക റിസോർട്ടിലെ ഭാര്യയുടെ ഓഹരി പങ്കാളിത്തം സംബന്ധിച്ച് സമ്മതിക്കുന്നുണ്ട്. ഓഹരി ഇനി വിൽക്കാൻ വേണ്ടി പോവുകയാണ്, വാങ്ങാൻ ആളില്ല, അത് ഒരു പ്രതിച്ഛായ മോശം വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് വിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോഴും ഉയരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ വൈദേകം റിസോർട്ട് നിരാമയ റിട്രീറ്റ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നില്ല. അതിൻ്റെ ബന്ധപ്പെട്ടവരോട് ചോദിക്കൂ, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യയ്ക്ക് ഓഹരി പങ്കാളിത്തമുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഴിഞ്ഞുമാറ്റൽ അതിൽ കാണുന്നുണ്ടോ? പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ എതിരാളികളുടെ പൊളിറ്റിക്കൽ എതിരാളികളുടെ രാഷ്ട്രീയ ചോദ്യത്തിൽ നിന്നും അദ്ദേഹത്തിന് ഉത്തരം മുട്ടുന്നുണ്ടോ, വിയർക്കുന്നുണ്ടോ EP ആ ചോദ്യത്തിൽ? അല്ല പ്രജീഷ, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ആരോപണം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള വൈദേഹ്യം റിസോർട്ടിൽ ഒരു റെയ്ഡ് നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ വാർത്തകൾ വന്നപ്പോൾ അത് നിരവധി ചാനലുകൾ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം അന്ന് സമ്മതിച്ചു എന്റെ ഭാര്യയ്ക്ക് അവരുടെ റിട്ടയർമെന്റിന്റെ ആനുകൂല്യങ്ങളെല്ലാം കൂടിയുള്ള പണവും മകന്റെ ഓഹരിയുമായിട്ട് അതിലൊരു ഷെയർ ഉണ്ട്, നിരവധി ഷെയർ ഹോൾഡേഴ്സിനൊരു ഷെയർ അവർക്കുണ്ട്. അത് അദ്ദേഹം സമ്മതിച്ചതാണത്. അത് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. സമ്മതിച്ചുകൊണ്ട് ശ്രീ റെജി ലൂക്കോസ്, എന്റെ ചോദ്യം അതല്ല. ഈ നിരാമയ റിട്രീറ്റും ഈ പറയുന്ന വൈദേകം റിസോർട്ടുമായിട്ട് ഉള്ള ബന്ധത്തെ കുറിച്ചുള്ളതാണ് ചോദ്യം. അല്ല തീർച്ചയായിട്ടും അതിന് ഞാൻ വന്ന ഇപ്പൊ പുതിയൊരു വാർത്തയല്ല ഉള്ളവരൊന്നും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അത് ഈ ചർച്ച നടത്തിയതിനെ കുറിച്ച് ഇതിനകത്ത് പ്രതിപാദിച്ചത്. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ഇതിവിടെ വിഷയം അതല്ലല്ലോ. കേരളത്തിലെ സമന്വിതനായ CPM നേതാവ്, ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയുമായ EP ജയരാജനെ വർഷങ്ങളായിട്ട് തന്നെ ഇതുപോലെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോളുടെ കല്യാണത്തിന് അദ്ദേഹത്തിന്റെ കുടുംബവും ഭാര്യയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തല വെട്ടി മാറ്റി അവിടെ സ്വപ്ന സുരേഷിന് തല വെച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അപമാനിക്കാൻ ശ്രമം നടത്തിയില്ലേ? സെക്രട്ടറിയേറ്റ് വരാം. അതിന്മേലൊരു നടപടി ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നു. അത് ചെയ്തെങ്കിൽ അത് അങ്ങേയറ്റം അസംബന്ധവുമാണ്, അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. ചോദ്യം ഇതാണ്, ചോദ്യത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് വന്നാൽ അങ്ങയുടെ ബോധ്യം എന്താണ്? EP ജയരാജന്റെ ബോധ്യം എന്തുകൊണ്ട് EP ജയരാജൻ ഉണ്ടാകുന്നില്ല? ഈ നിരാമയ വൈദേകം റിസോർട്ട് ആ രണ്ട് ഏജൻസികൾ അല്ലെങ്കിൽ രണ്ട് ബിസിനസ് പങ്കാളികൾ തമ്മിൽ ബന്ധമുണ്ടോ? വളരെ കൃത്യമായൊരു ബോധ്യം ഇതിനകത്തുണ്ട്. അത് നമുക്ക് ഇതല്ലേ പറഞ്ഞു, ഈ വിഷയം നമ്മൾ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചയ്ക്കെടുത്ത അന്ന് അതിൽ നിന്ന് പുതുമയായിട്ടൊന്നുമില്ല. ഓഹരി പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ചോദ്യം അതല്ല. ഇപ്പോൾ ചോദ്യം വരുന്നത് ഒരു BJP-യുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ നടത്തുന്ന സ്ഥാപനവുമായി EP ജയരാജന്റെ ഭാര്യയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്ക് ബന്ധമുണ്ടോ? അല്ല അത് തന്നെയാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കും. ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഒന്നിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇത് വളരെ ട്രാൻസ്പെറന്റ്. അത് ബഹുമാനപ്പെട്ട EP ആണ് താങ്കളുടെ മുന്നിലേക്ക് ഒരു ചോദ്യാവലിയായി വരുന്നതെങ്കിൽ താങ്കൾ ഏതിനകത്തായിരിക്കും മാർക്ക് ഇടുക? ഞാനത് EP ജയരാജന് ഡയറക്റ്റ് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അത് നോ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം അതൊന്ന് വിശദീകരിക്കട്ടെ. വെറുതെ പറഞ്ഞ കാര്യമില്ല. ഭാര്യയുടെ കമ്പനിക്ക് ബന്ധമുണ്ട്.
ഭാര്യയുടെ കമ്പനിയല്ലോ, ഭാര്യയ്ക്ക് ഒരു ഓഹരി ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്ക് ബന്ധമുണ്ടോ? ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്ക് രാജീവ് ചന്ദ്രശേഖരുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുമായി രാജീവ് ചന്ദ്രശേഖരൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാതെ ഞാനൊന്ന് കൃത്യമായിട്ട് മറുപടി പറയാനായിട്ട് അനുവദിക്കൂ. രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല, ഇ പി ജയരാജനുമായിട്ട് ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇ പി ജയരാജനും പറഞ്ഞത്. പിന്നെയുള്ള ബന്ധം, അതായത് ഈ കമ്പനി ഇവര് ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഈ സ്ഥാപനം വൈദേഹ്യം ഇപ്പോൾ അത് നടത്തിപ്പിനായിട്ട് കൊടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമായിട്ട് പറഞ്ഞതിനകത്ത് വന്നതിൽ എങ്ങനെയാണ് നിങ്ങൾ ഇ പി ജയനെ കണക്ട് ചെയ്യുന്നത്? സാമാന്യ ബുദ്ധിയുള്ള ജനമല്ലേ ഇത് കേട്ടോണ്ടിരിക്കുന്നത്? അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞല്ലേ ഇതൊരു വിവാദമാകാതിരിക്കാൻ ഞങ്ങൾ ഈ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് മറുപടി പറയാൻ പറ്റുന്നില്ല? കാരണം എത്രയോ നമുക്കറിയാം, ഇതിലെ രണ്ടൊരു ഇൻഡിപെൻഡന്റ് കമ്പനികൾ തമ്മിൽ ഒരു ബിസിനസ് കരാർ ഉണ്ടാക്കുന്നതിൽ ഒരു അസ്വാഭാവികതയുമില്ല, അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റിയുടെ ഒക്കെ ഭാഗമായി നോക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷം ഉന്നയിച്ച ഒരു വിഷയമാണ്. അപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ രണ്ട് ബദ്ധവൈരികൾ എന്ന് പറയുന്ന രണ്ട് പാർട്ടികളുമായി ഒരു തരത്തിൽ പോലും കണക്ഷൻ ഉണ്ടാകരുത് എന്ന് അണികൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ഭാര്യമാർ നടത്തുന്ന അല്ലെങ്കിൽ കമ്പനി വഴി ഒരു അന്തർധാര ഉണ്ടോ എന്ന് പബ്ലിക് ഡൊമൈനിൽ ഒരു സംശയം ഉയർന്നു കഴിഞ്ഞാൽ അത് ദൂലീകരിക്കാനുള്ള ബാധ്യത ആ ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് ഇന്ന് അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടായിട്ടില്ല. പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നത് അത് ഇ പി പറഞ്ഞോളുമെന്ന്. അപ്പോൾ അവിടെ ഒരു അഴകുഴമ്പം മട്ടില്ലേ? അല്ലാതെ പ്രജീഷിന് മാത്രമേ ബോധ്യമായതുള്ളൂ. ഞാനെന്നാ പത്രസമ്മേളനം മാതൃഭൂമി ചാനലിൽ തന്നെ അതിന്റെ പൂർണ്ണ രൂപം ഞാൻ കണ്ടതാ. നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് പോയപ്പോൾ ഞാൻ വേറൊരു ചാനലിലേക്ക് പോയത് മുഴുവൻ ഞാൻ കണ്ടതാ. അത് മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി ഞാൻ വേർന്ന് പറയട്ടെ, ഇദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ബന്ധമുണ്ട്, അല്ലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചിത്രം മോർഫ് ചെയ്തുകൊണ്ട് ഒരു ചിത്രം രാജീവ് ചന്ദ്രശേഖരനും മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം തിരുവനന്തപുരം DCC മെമ്പർ തന്നെ പുറത്തുവിട്ടത് വരെ തെളിവോട് ചെയ്ത് അദ്ദേഹം പുറത്തു വന്നു. ഞാനും കണ്ട സോഷ്യൽ മീഡിയയിലത്. അപ്പൊ ഇത്ര അശ്ലീലപരമായിട്ടുള്ള, ഇത്ര അന്തസ്സില്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഈ പ്രതിപക്ഷമല്ലേ അതിനകത്ത് കുറ്റക്കാരൻ? അദ്ദേഹത്തിന്റെ തീർച്ചയായും ഞാൻ അത് ഉന്നയിക്കുന്നുണ്ട് ശ്രീ വസന്ത് തെങ്ങിപ്പള്ളിയോട് അപലപിച്ചുകൊണ്ട് തന്നെ. കാരണം നമ്മുടെ മുന്നിൽ അതിന്റെ തെളിവിൽ അന്വേഷണം നടത്തുന്നത് പോലീസാണ്. ഞാൻ പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് അതിലെ ചോദ്യത്തിലേക്ക് വരാം. ശ്രീ വസന്തിലേക്ക് തന്നെ ഡയറക്റ്റ് ആ ചോദ്യവുമായി നമുക്ക് പോകാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശ്രീ റെജി ലൂക്കോസിന് അറിയാമല്ലോ, ഈ സംഭവത്തിന് ശേഷം ഈ വൈദേകം റിസോർട്ടിലേക്ക് ഇൻകം ടാക്സ് അന്വേഷണം നടത്തുന്നു, മറ്റ് കേന്ദ്ര ഏജൻസികളിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടത്തുന്ന, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ വാർത്തയായതുമാണ്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം അന്വേഷണം പിന്നീട് എങ്ങോട്ട് എത്തിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ വഴി പിന്നീട് തുറന്നോ എന്നുള്ളത്. അവിടെയാണ് ഈ ചില അസ്വാഭാവികതകൾ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉന്നയിക്കാവുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ കമ്പനി ഈ റിസോർട്ട് ഏറ്റെടുത്തതിന് ശേഷം അതിന്റെ അന്വേഷണം നിലച്ചുപോയില്ലേ എന്നൊരു സംശയമുണ്ട്. അതിനുത്തരം എന്തെങ്കിലും ഉണ്ടോ താങ്കൾക്ക്? അയ്യോ, തീർച്ചയായിട്ടും. അതായത് 2021 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തില് ED, NIA, കസ്റ്റംസ് മുതലായ 5ഓളം ഏജൻസികൾ വന്ന് കേരള സർക്കാരിനെ, കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ഥാപനങ്ങളിൽ പച്ചക്കള്ളങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിൽ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ അന്വേഷണങ്ങളൊക്കെ ഇപ്പൊ എവിടെ പോയി? അതുപോലെ തന്നെ ഇതൊരു പക്ഷേ ഇപ്പൊ ED എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിടിച്ചുപറിക്കുള്ള, അതിപ്പോ കൃത്യമായിട്ട് ഒരു ഇലക്ട്രൽ ബോർഡിലൂടെ തെളിഞ്ഞു കഴിഞ്ഞു, ഒരു ഉപകരണമാണെന്നുള്ള തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കും ഇവിടെ കയറി നിരക്കിയത്. അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അവർക്ക് പുറത്തുവിടാൻ മേലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും മേലെ പ്രജീഷ് ഓർക്കുന്നുണ്ട്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, കാരണം ആ ചർച്ചയിലൊക്കെ ഞാൻ പങ്കെടുത്ത ആളാ. ആ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജര് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, അദ്ദേഹം കൃത്യമായിട്ട് എന്തോ ഒരു ജോയി എബ്രാം എന്ന് പറ്റാത്ത പേര്, തെറ്റുണ്ടെങ്കിൽ സബ്ജക്ട് കറക്റ്റ്, അദ്ദേഹം പറഞ്ഞു ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്, നിരവധി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇവിടെ അവര് വന്നു, അവര് ED വന്നായിട്ട് എനിക്കറിയില്ല, അവിടെ ഇൻകം ടാക്സ് ആരാ കയറിയത്, അന്ന് കൃത്യമായ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഏജൻസി പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു പക്ഷേ ഒരു അസ്വാഭാവികതയായി വരുന്നത്. മറ്റൊരു കാര്യം, ശ്രീ റെജി ലൂക്കോസ്, ഇന്നിപ്പോൾ ഇ പി ജയരാജൻ ഉന്നയിക്കുന്ന ആരോപണം, നിയമസഭയിൽ നിലമ്പൂർ MLA ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ, ഈ 109 കോടി PV അൻവർ ഉന്നയിച്ച ആരോപണം. അതായത് അത് CPM പോലും സഭയിൽ ഏറ്റെടുക്കാത്ത ഒരു വിഷയം, പിന്നീട് അതിൽ ഒരു മുന്നണി നേതാക്കളോ ഏറ്റെടുക്കാത്ത ഒരു വിഷയം, അത് ഇ പി ജയരാജൻ ഇന്ന് എന്തുകൊണ്ടായിരിക്കാം സതീഷിനെതിരെ ഉന്നയിച്ചിരിക്കുക? അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവ്
പിന്നെ കേരളയിൽ അട്ടിമറിക്കാനായിട്ട് 150 കോടി രൂപയുടെ കൈക്കൂലി വാങ്ങിച്ച് 3 ആംബുലൻസിൽ കൊണ്ടുവന്ന് അത് ട്രാൻസാക്ഷൻ നടത്തി അത് അല്ലെ പിന്നെ താവളത്തിലേക്ക് കൊണ്ടുപോയെന്നുള്ളത് അന്ന് PV അൻവർ ബഹുമാനപ്പെട്ട MLA ആ നിയമസഭയിൽ അവതരിപ്പിച്ചു. അദ്ദേഹം പരസ്യമായിട്ട് വെല്ലുവിളിച്ചു. എന്തുകൊണ്ടാണ് VD സതീശൻ അത് നിഷേധിക്കാത്ത? അതിനകത്ത് അഴകുഴപ്പം മറുപടിയായിട്ട് രക്ഷപ്പെടുകയത്. രണ്ടാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. എനിക്കെതിരെ എന്തുകൊണ്ട് ഒരു ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്യുന്നില്ല? അതല്ല എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അദ്ദേഹം നിഷേധിക്കട്ടെ, ഇപ്പൊ ഞാൻ തെളിവ് ഹാജരാക്കാന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്കും ഉത്തരവാദിത്തോടു കൂടി നിയമസഭാ സ്പീക്കർക്കും പ്രതിപക്ഷ നേതാവിനെ എഴുതി കൊടുത്തൊരു ആരോപണം ഉന്നയിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് തീർച്ചയായും അത് പിന്നീട് ഒരു സഭാംഗങ്ങൾ പോലും അത് സഭയിൽ ഉന്നയിച്ചിട്ടില്ല, ഏറ്റെടുത്തില്ല എന്ന് കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകേണ്ട ശ്രീ വസന്ത് തെങ്ങപ്പള്ളി, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് EP ഇന്ന് ഉന്നയിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ, നമുക്ക് വ്യക്തി രാഷ്ട്രീയ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാകാം, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അതൊക്കെ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോൾ അതൊരു തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. അന്വേഷണത്തിലേക്ക് EPയുടെ ഭാര്യ തന്നെ മോർഫ് ചെയ്തിരിക്കുന്നു. ഫോട്ടോ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് ഒപ്പമുള്ള ചിത്രം എന്ന് പറയുമ്പോൾ അതിന് അനുബന്ധമായി അദ്ദേഹം ആരോപിക്കുന്നത്, നേരത്തെയും ഇത് സംഭവിച്ചിട്ടുണ്ട്, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്ഥാനാർത്ഥിയുടേതായിട്ട് നടത്തിയതിനൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള ഹാൻഡിലുകളാണ്, അതിന് നേതൃത്വം നൽകിയത് VD സതീശനാണെന്ന്. ആ ആരോപണത്തിന് മറുപടി അല്ല, ഒന്നാമതായി ഒന്ന് നോക്കൂ, ഈ വൈദേഹം റിസോർട്ട് നിരാമയ ഏറ്റെടുത്തിട്ട് അല്ലെങ്കിൽ നിരാമയ വൈദേഹം ബന്ധം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമാണോ ശ്രീ VD സതീശൻ അല്ലെങ്കിൽ കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയതിന്റെ പിറ്റേ ദിവസമോ തലേ ദിവസമോ ആണോ? അല്ല, ഒരു വർഷത്തിലേറെയായി. ഞങ്ങൾ എന്തുകൊണ്ടാണ് ആ ആരോപണം ഒരു രാഷ്ട്രീയ ആരോപണമായി ഇതുവരെ ഉയർത്താത്തിരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. വളരെ കൃത്യമാണ്. ഒരു രാജ്യത്ത് 2 കമ്പനികൾക്ക് പരസ്പരം ബന്ധങ്ങൾ ഏർപ്പെടാം. അതിപ്പോ BJPയുടെയോ SDPയുടെയോ PDPയുടെയോ ജനതാദളിന്റെയോ ഏത് പാർട്ടിയുടെ നേതാവുമായിട്ടും EP ജയരാജന്റെ കമ്പനിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കമ്പനിക്ക് ബന്ധത്തിൽ ഏർപ്പെടാം, ഒരു പ്രശ്നമില്ല. നമ്മൾ അതിനെ പൊളിറ്റിക്കലി തന്നെ ഓൺ ചെയ്യുകയാണ്. പക്ഷെ അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ആ ധാർമ്മികത ഇവർക്കില്ലാത്തത് കൊണ്ട് അത് പോട്ടെ. രണ്ടാമതായി, EPക്ക് ഷെയർ ഉള്ള കമ്പനി എന്നൊക്കെ ഇവിടെ ഇടത് പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഏത് നഗരസഭയുടെ കീഴിലാണ് ആ കമ്പനി അല്ലെങ്കിൽ ആ റീട്രീറ്റ് സെന്റർ ഉള്ളത്? ആന്തൂർ നഗരസഭയുടെ കീഴിൽ. ആ സമയത്ത് ഈ വൈദേഹം റിസോർട്ട് അവിടെ വരുന്ന സമയത്ത് വലിയ സമരങ്ങൾ CPIയുടെ അടക്കം നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അവിടെ ഉദ്ഘാടകനായി എത്തേണ്ടിയിരുന്നത് അന്ന് പന്ന്യൻ രവീന്ദ്രനാണ്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, അന്നത്തെ സംസ്ഥാന സെക്രട്ടറി. പന്ന്യൻ രവീന്ദ്രനെ CPM വിളിച്ച് പേടിപ്പിച്ചതിന്റെ പേരിൽ ആ സമരം തന്നെ മുങ്ങിപ്പോയ ചരിത്രമുണ്ട്. ഏതാണ് ആന്തൂർ നഗരസഭ? സാജൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ തന്റെ ജീവിതകാലം മുഴുവൻ ഗൾഫിൽ കടന്ന് അധ്വാനിച്ച പണവുമായി നാട്ടിൽ വന്ന് 2 പേർക്ക് ജോലി കൊടുത്തേക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ഉപജീവന മാർഗമായി ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങാൻ ശ്രമിച്ചപ്പോ 1.5 വർഷം കയറി നടന്നിട്ടും പെർമിഷൻ കൊടുക്കാതിരുന്ന അതേ ആന്തൂർ നഗരസഭ EP ജയരാജൻ വൈദേഹം റിസോർട്ടിന് വേണ്ടി നാളെ അപേക്ഷിക്കാൻ വരുന്നു എന്ന് കേട്ടാൽ ഇന്നേ പെർമിഷനിൽ ഒപ്പിട്ട് വെച്ചിരുന്നു. അതെല്ലാം ചരിത്രമാണ്. അതൊന്നും രാഷ്ട്രീയമായി നമ്മൾ ആരോപിച്ചില്ല. എപ്പോഴാണ് ഇത് രാഷ്ട്രീയ ആരോപണമായി മാറിയത്? കഴിഞ്ഞ ദിവസം LDF കൺവീനറായ EP ജയരാജൻ, വഴിയാ പോകുന്ന EP ജയരാജനാണെങ്കിൽ കുഴപ്പമില്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ EP ജയരാജനെ, സംസ്ഥാന കമ്മിറ്റി അംഗമായ EP ജയരാജനാണെങ്കിൽ കുഴപ്പമില്ല, പിണറായി വിജയന് വേണ്ടി PR എക്സസൈസ് ചെയ്യുന്ന ജയരാജനാണെങ്കിൽ കുഴപ്പമില്ല. LDF കൺവീനറായ EP ജയരാജൻ ഇതേ രാജീവ് ചന്ദ്രശേഖരന് ഷെയറുള്ള വാർത്താ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നു, BJP വേഴ്സസ് CPM ആണ് ഈ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരം. ഇടതു പ്രതിനിധിക്ക് വസന്ത് തെങ്ങപ്പള്ളി അദ്ദേഹം പിന്നീട് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. പിന്നെയും ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു ആ ഒരു ഇഴ ചേർക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടിക്കെട്ടൽ എന്തുകൊണ്ടാണ് നടത്തുന്നത്? ഇന്നിപ്പോൾ ഇതാ ചെന്നിത്തല ചോദിക്കുകയാണ്, LDF കൺവീനറാണോ അദ്ദേഹം അതോ NDA കൺവീനറാണോ എന്ന്. അപ്പോൾ ഒരു പാർട്ടികൾ തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന ഒരു നറേറ്റീവ് അത് ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സൃഷ്ടിക്കപ്പെടുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുത്തരം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതേ EP ജയരാജനാണ് പറഞ്ഞത് LDF വേഴ്സസ് BJP ആണ് ഇവിടുത്തെ മത്സരം. അതിനോടൊപ്പം അദ്ദേഹം ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല ചില സ്ഥാനാർത്ഥികൾ BJPക്കുണ്ട്, തിരുവനന്തപുരത്ത് അടക്കം എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരാണ്? രാജീവ് ചന്ദ്രശേഖരൻ. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് BJP എത്തിയ ഒരേ ഒരു പാർലമെന്റ് മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് BJP A ക്ലാസ് സ്റ്റാർ മണ്ഡലമായി കാണുന്നത്. ആ സ്റ്റാർ മണ്ഡലത്തിൽ CPMന്റെ കാൻഡിഡേറ്റ് ഉണ്ടോ? ഇല്ല. അവിടെ കാൻഡിഡേറ്റ് CPIയുടെ കാൻഡിഡേറ്റ് ആണ്. സ്വാഭാവികമായും CPI കാൻഡിഡേറ്റിന് CPM വോട്ട് ചെയ്യാതെ അത് രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കുന്ന കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണോ ഇത് എന്ന് ഞങ്ങൾ സംശയിച്ചാൽ കുറ്റം?
രാഷ്ട്രീയ കേരളത്തിൽ CPM BJP പാലത്തിനിടയിലെ പൊളിറ്റിക്കൽ ബ്രോക്കറാണ് ആര്? ഇ പി ജയരാജൻ. സംശയം എന്താ? ഇ.പി. ജയരാജൻ ചട്ടങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി തന്റെ ഭാര്യയ്ക്കും മകനും വേണ്ടി വൈദേഹം റിസോർട്ട് ഉണ്ടാക്കിയപ്പോൾ ഇയാള് രാഷ്ട്രീയ ദല്ലാളാണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ കുമരകത്തെ റിസോർട്ടിലേക്ക്, എന്റെ നാട്ടിലാണ് കോട്ടയത്ത്, കുമരകത്തെ റിസോർട്ടിലേക്ക് പണ്ട് ഡിവൈഎഫ്ഐ കല്ലെറിഞ്ഞതടക്കം മാതൃഭൂമിയുടെ ആർക്കൈവ്സിൽ കാണും. അന്ന് ഇ.പി. ജയരാജൻ രാജീവ് ചന്ദ്രശേഖരന്റെ ദല്ലാളാണ് എന്ന് ഞങ്ങൾ പറഞ്ഞോ? അതേ ഡിവൈഎഫ്ഐ സമരം ചെയ്ത നിരാമയ റിസോർട്ട് നമ്മുടെ ജയരാജന്റെ വൈദേഹം ഏറ്റെടുത്തപ്പോ പൊളിറ്റിക്കൽ ബ്രോക്കറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പറഞ്ഞത് LDF കൺവീനറായ ജയരാജൻ കേരളത്തിൽ 2ാം സ്ഥാനത്ത് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രം വന്ന BJP കേരളത്തിൽ CPM-മായി പോരാട്ടം നടത്തുന്നു എന്ന് പറയുമ്പോ കേരളത്തിലെ പോരാട്ടം CPM വേഴ്സസ് BJP ആണ്, 2ാം സ്ഥാനത്ത് BJP ആണ് എന്നൊരു നരേറ്റീവ് പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ ബ്രോക്കറിംഗ് ആണ്, അത് പൊളിറ്റിക്കൽ ദല്ലാൾ പണിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? വളരെ കൃത്യമായി ഞങ്ങൾ ആരോപിക്കുകയാണ്. ഇവർ വോട്ട് മറിച്ചു കൊടുത്ത് ചില സീറ്റുകളിലൊക്കെ കിട്ടിയ ഉപകാരത്തിന്റെ എന്താണ് പറയുന്നത്, ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാര സ്മരണ കാണിക്കാനുള്ള തീർച്ചയായും വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസ് നേതാവ് ഉന്നയിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, BJP CPM അന്തർധാര ഉണ്ടോ, കൊടുക്കൽ വാങ്ങൽ ഉണ്ടോ? അവിടെ ഇ.പി. ജയരാജൻ ഒരു ഇടനിലക്കാരനാണോ, കണ്ണിയായി മാറുന്നുണ്ടോ? ഇ.പി. നേരത്തെ പറഞ്ഞ ആ LDF BJP ബന്ധം ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് LDF BJP തമ്മിലാണ്, ചില BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണ്, ഇതൊക്കെ പറഞ്ഞത് അതിന്റെ അനുബന്ധമായിട്ടുള്ള വാക്കുകളാണോ? എന്താണ് കോൺഗ്രസിന്റെ ആരോപണത്തിനുള്ള മറുപടി? അത് വളരെ വ്യക്തമായ ആരോപണം എന്താണെന്നുള്ളവരെ കേരളത്തിലെ പൊതുജനത്തിന് മനസ്സിലാക്കി കഴിഞ്ഞു. മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം പിടികിട്ടി. ആറ്റിങ്ങലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെ പരാജയപ്പെടുത്തണമെന്ന് അലവലാതിയെ കോട്ട് ചെയ്യുന്ന ആ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അരുവിക്കരയുള്ള ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയുടെ നേതാവാണ് അദ്ദേഹം. കോൺഗ്രസിന് വേണ്ടി ഒരു പ്രാദേശിക തലത്തിലേക്ക് മത്സരിച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ അണികളെ വിളിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ വിളിച്ച് പറയുന്ന ഓഡിയോ മിക്കവാറും എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്തർധാര എവിടെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വടകരയും തൃശ്ശൂർ നടക്കുന്ന അന്തർധാരകളും എല്ലാവർക്കും അറിയാം. ഞങ്ങൾ CPM പ്രവർത്തകർ ഏതെങ്കിലും അന്തർധാരയുടെ വെച്ച് BJP-കാരനൊക്കെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിപ്പോ ഈ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞതിനെ ഒരു കോമഡി ആയിട്ട് പോലും കാണാൻ പറ്റില്ല. അതിൽ തരംതാഴ്ന്നൊരു ആരോപണമാണ്. ഇവിടെ വളരെ വ്യക്തമല്ലേ, ഇവിടെ കാരണം കോൺഗ്രസ് ഹാൻഡിലുകളിലൊക്കെ പ്രചരിക്കുന്നത് ചില കാര്യങ്ങൾ ഒത്തുതീർപ്പ് വേണം, കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നു, അവിടേക്കുള്ള ചില ഒത്തുതീർപ്പുകളുടെ ഭാഗമായി ചില കാര്യങ്ങൾ നടക്കുന്നു, ചില അന്തർധാരകൾ ഉണ്ട്, അതുമൊക്കെ ഇതുമായി ചേർത്ത് വായിക്കാമെന്നാണ് ശ്രീ റെജി ലൂക്കോസ്. അല്ല പ്രതീക്ഷ, അന്തർധാരയും അഡ്ജസ്റ്റ്മെന്റും ഉണ്ട് VD സതീശനുമായിട്ട്. അതായത് ഇ.പി. ജയരാജൻ പരസ്യമായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? 150 കോടി രൂപയുടെ അന്വേഷണം ED എന്തുകൊണ്ട് ഏറ്റെടുക്കാത്തത്, അല്ലെ അത് എവിടം വരെ എത്തിയ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ആവശ്യമായ നടപടി എന്നുള്ള അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. AICCയുടെ അടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നിങ്ങളിവിടെ കേരളത്തിൽ വായിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ കേരളത്തില് മോർഫിംഗ് നടത്തുക, അശ്ലീലപരമായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ എത്ര അന്തസ്സില്ലാത്ത നിലപാടാണ് ഈ കോൺഗ്രസിന്റെ അണിയറ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ DCCയുടെ ഉത്തരവാദിത്തപ്പെട്ട അംഗം തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഇ.പി. ജയരാജന്റെ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയത് അപ്പുറം അത് വളരെ വിവാദമായിരുന്നു. ആരാണ് അതിന്റെ അണിയറയെ പ്രവർത്തിച്ചതും പകൽ വെളിച്ചം പോലെ പുറത്തു വന്നതാ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ വീണ്ടും ചന്ദ്രശേഖരന്റെ ഭാര്യയും ചന്ദ്രശേഖരുമായിട്ട് നിൽക്കുന്ന പടത്തിലൂടെ മോർഫ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കുക. ഇലക്ഷൻ പ്രചരണത്തിൽ അന്തസ്സായിട്ട് ആശയങ്ങൾ പറഞ്ഞ് ഏറ്റുമുട്ടട്ടെ, അതല്ലേ ഒരു ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത്. ഇതുപോലെ സമൂഹം അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയെ ഈ രീതിയിൽ മോശമായിട്ട് അപ്പോഴും ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യത്തിന് ഉത്തരം ഇ.പി. നൽകിയിട്ടില്ല, പാർട്ടി നൽകിയിട്ടില്ല. നിരാമയ വൈദേകം തമ്മിലുള്ള ബന്ധം എന്തേ അത് ഇ.പി. പറയുന്നില്ല. പക്ഷേ താങ്കൾക്ക് അതേക്കുറിച്ച് എന്താണ് ബോധ്യമുള്ളത്? എന്റെ ബോധ്യം വളരെ കൃത്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ എന്റെ എന്നല്ല, ഇത് മുഴുവൻ ആളുകൾ കേട്ട ആൾക്കാർക്ക് എല്ലാം അറിയാം. ഇത് ആദ്യത്തെ ആരോപണമല്ല. ഇതിന് നേരത്തെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ്. ഇന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് ആ സ്ഥാപനമായിട്ട് ബന്ധം എന്റെ ഭാര്യയ്ക്കാണ്, ഭാര്യയ്ക്ക് ഓഹരി മാത്രമേ, നിരവധി ഓഹരി ഉടമകളിൽ ഒരാൾ. അത് വൈദേകവുമായിട്ടുള്ള ഭാര്യയുടെ ബന്ധം ഞാൻ ചോദിച്ചത്. നിരാമയ റിട്രീറ്റുമായിട്ട് ഈ വൈദേകം, അതായത് ഇ.പിയുടെ ഭാര്യയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്ക് ബന്ധമുണ്ടോ? അത് അങ്ങയുടെ ബോധ്യം എന്താണ് അതിൽ? അത് ആ സ്ഥാപനത്തിന്, അതായത് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞു എനിക്ക് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്റെ ഭാര്യയ്ക്ക് ഇതിനകത്ത് ബന്ധമുണ്ട്. അവരുടെ തമ്മിലുള്ള രണ്ട് വ്യക്തികളെ മാറ്റി നിർത്തിയാൽ ഈ ഭാര്യമാർ തമ്മിലുള്ള കമ്പനികൾ തമ്മിൽ ബന്ധമുണ്ടോ? ഭാര്യമാർ തമ്മിലൊന്നും യാതൊരു ബന്ധമില്ല. ഇപ്പം മാതൃഭൂമി പത്രത്തിന് എത്ര ഇത് കേൾക്കൂ, ഞാനതെല്ലാം പറഞ്ഞു വരുന്നത്, അത് ക്ലിയർ ആയിട്ട്. മാതൃഭൂമി ദിനപത്രത്തിന് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, എത്രയോ സമന്വിതരായ ആൾക്കാരുണ്ട്, അതിൽ വിഭിന്ന രാഷ്ട്രീയക്കാരില്ലേ. അതുകൊണ്ട് മാതൃഭൂമിയുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം അഡ്ജസ്റ്റ്മെന്റുകാരാണെന്നൊക്കെ ആരോപിക്കുന്നവരല്ലേ.
സില്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒറ്റ ചോദ്യം ചോദിക്കുന്നു ശ്രീ വസന്ത് ചോദിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ചോദിച്ചോളൂ ശ്രീ റെജി. വസന്ത് എന്തോ ചോദിക്കുന്നു. വേഴ്സസ് BJP മത്സരം BJPക്ക് മികച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിലുണ്ടോ? റെജി പറയേ. അല്ല അത് നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്വമാണ്. കാരണം വസന്ത് തെങ്ങപ്പള്ളി ഏതൊരു വ്യക്തിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നോക്കി ഞാൻ പറഞ്ഞു അല്ല let me continue my words. You just listen for me. അതായത് വസന്ത് തെങ്ങപ്പള്ളി നമ്മളും നേരിട്ട് യാതൊരു പരിചയമില്ല. താങ്കളുമായിട്ട് ചർച്ചകളിൽ ഇരിക്കാറുണ്ട്. എന്നോട് ഒരാളോട് ചോദിക്കുവാണ് ഈ വസന്ത് തെങ്ങപ്പള്ളി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതേ ഒരു മാന്യനാണെന്ന് തോന്നുന്നു എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ സംസ്കാരത്തിന്റെ പേരിൽ. അത് തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞല്ലോ എന്റെ വാക്കുകളെ വളച്ചൊടിച്ചതാണ്. ഈ പോലെയൊക്കെ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആളെ പോലെ ഒരാളല്ല ഇ പി ജയരാജൻ. ഇ പി ജയരാജന്റെ ഉദ്ദേശത്തെയൊക്കെ നിങ്ങൾ സംശയമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരെ കുറിച്ച് ചുക്കും അറിയില്ല എന്നുള്ള. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാ. അദ്ദേഹം ഒരു വെടിയുണ്ടയായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനാ. എന്റെ ചോദ്യം കൂടി അല്ലേ വസന്തേ ചോദിക്കുന്ന പ്രതീക്ഷ അല്ല വസന്തിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നത് താങ്കൾ എന്റെ ചർച്ചയിൽ അസംതൃപ്തരാകാതെ എന്റെ ഒരു ചോദ്യം ശരി ശ്രീ റെജി, എന്തായാലും നമുക്ക് സമയം അധികം കവരേണ്ടതില്ല. ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. രണ്ട് ഇൻഡിപെൻഡന്റ് കമ്പനികൾ തമ്മിൽ ഈ എന്തെങ്കിലും ഒരു ബിസിനസ് കരാർ ഉണ്ടാക്കാം, പക്ഷേ അത് നേതാക്കളിലേക്ക് കണക്ട് ചെയ്ത് എന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്കും ഇ പി അക്കാര്യത്തിൽ ഒരു ഉത്തരം പറയുന്നില്ല എന്നുള്ള. ശ്രീ വസന്ത്, അവസാനമായി ഇതൊരു തരംതാണ കളിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ? രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചിലത് മെനയുന്നുണ്ടോ ഇ പി പറയും പോലെ? അല്ല ശ്രീ പ്രജീഷ് കൈപ്പള്ളി, ഇ പി ആയിൽ നിന്ന് BJP ആണ് ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആർ ദെയർ ഫോർ BJP എന്നുള്ള വാക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ വളരെ കൃത്യമായി ഈ ആരോപണം ഉയർത്തുന്നത്. അതിനു മുമ്പ് ആരോപണം നിലനിൽക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവ് ഇ പി ജയരാജൻ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു. നിങ്ങൾ രാജ്ഭവൻ ഉണ്ണിത്താൻ തള്ളി പറയുന്നുണ്ട്. അതിന് മറുപടി വസന്ത്. അല്ല, അങ്ങനെയാണെങ്കിൽ റെഡ് അടക്കമുള്ളവർ കുമരകത്തെ ഡിവൈഎഫ്ഐക്കാരെ തള്ളി പറയണം. 2005 കുമരകത്തെ ഡിവൈഎഫ്ഐ കോട്ടയം ജില്ല പുറത്തിറക്കിയ ഒരു പ്രസ്താവനയും പ്രസംഗങ്ങളും ഉണ്ട്. ഞാൻ ഈ ഇലക്ഷൻ ഇതിനു ശേഷം അങ്ങേക്ക് അയച്ചു തരാം. അതിൽ പറയുന്നത് പരിസ്ഥിതിയെ തകർത്ത് ഞാൻ എല്ലാത്തിനും സ്ട്രൈറ്റ് ആണ് മറുപടി പറഞ്ഞേ. രാജ്ഭവൻ ഉണ്ണിത്താനെ നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ ഇല്ലയോ? വോയിസ് മുറിഞ്ഞു പോകുന്നുണ്ട്, ബ്രേക്ക് ആവുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ് വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കുചേർന്ന്. ഇ പിന്ന് നൽകിയ മറുപടി അത് കോൺഗ്രസിനെയും VD സതീശനെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു. അതേസമയം ഭാര്യയ്ക്ക് വൈദേഹം റിസോർട്ടിൽ ഓഹരി പങ്കാളിത്തം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇ പി ജയരാജൻ. അതേസമയം നിരാമയ വൈദേഹം റിസോർട്ട് ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നതുമില്ല. ചർച്ചയിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി.